മനസ്സുണ്ട് പുലിക്ക്. പുലി ആയാലും ആനയായാലും മനുഷ്യനായാലും മനസ്സ് നന്നാവണം. മനസ്സ് നന്നായാൽ നമ്മളൊക്കെ നന്നാവും. അതിൻ്റെ ഒരു സന്ദേശമാണ് പുലിക്കളി ഈ തൃശ്ശൂർ കൊടുക്കുന്നത്. മൃഗത്തിന് മനുഷ്യനാവാം, മനുഷ്യൻ മൃഗമാവരുത്. ഇതിൽ നമ്മൾ തൃശ്ശൂർക്കാർ മനുഷ്യ മനസ്സുകൾ പുലിക്കളി ഉപേക്ഷിക്കാൻ വരെ തയ്യാറായി മുന്നോട്ട് വന്നവരാണ്. അതേസമയം ഇതൊരു അനുഷ്ഠാനത്തിൻ്റെ ഭാഗമാണ്, ആചാരത്തിൻ്റെ ഭാഗമാണ്. എല്ലാ കൊല്ലവും നടക്കുന്ന ഒരു ചടങ്ങായതുകൊണ്ട് ആ ചടങ്ങ് മുടങ്ങരുത് എന്നുള്ള നിർദ്ദേശം കേന്ദ്രത്തിൽ നിന്നും നമ്മുടെ സർക്കാരുകൾ വരെ വന്ന് നിയമം പാസ്സാക്കിയപ്പോൾ മനസ്സിൽ ദുഃഖം സൂക്ഷിച്ചുകൊണ്ട് ആ ദുഃഖിതരായ മനുഷ്യരെ സാന്ത്വനപ്പെടുത്തുന്നത് ഒരു സന്തോഷം പകരം പുലിക്കളിയിലൂടെ തൃശ്ശൂരിന് സാധിക്കുമെങ്കിൽ വയനാട് ദുരന്തത്തിൽ ദുഃഖമനുഭവിക്കുന്നവരെ സ്വാന്തനമായിട്ടാണ് ഈ കൊല്ലത്തെ പുലിയോടുള്ള ബഹുമാനം കൂടും, പുലിയോടുള്ള പേടി കൂടും, സ്നേഹം കൂടും, മനുഷ്യർ തമ്മിൽ സ്നേഹിക്കാൻ പഠിക്കും. അതാണ് പുലിക്കളി. എന്നതൊക്കെ പുലികളാണ്. ഒന്നല്ലെങ്കിൽ ഒരു തരത്തിൽ അവരൊക്കെ അവരുടെ മേഖലകളിൽ നമ്മൾ ഈ പുലിയെ വിശേഷിപ്പിക്കുക. ഏത് കലയിലായാലും ഏത് പ്രൊഫഷണലിലായാലും ആളൊരു പുലിയാണെന്ന് പറഞ്ഞാൽ പുലിയുടെ ശക്തിയാണ്. ഇവരൊക്കെ വിവിധ മേഖലയിൽ പുലികളായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നത്. പുലികളെ സംബന്ധിച്ച് നമ്മുടെ പ്രാധാന്യത്തോടെ വളരെയധികം പ്രാധാന്യമുള്ള പുലിക്കളിയാണ്. പുലിക്കളിയുടെ പുലിരൂപം അത് അതിൻ്റെ പൂർണ്ണത വരണമെങ്കിൽ താളം വേണം. താളം എന്ന് പറഞ്ഞ പ്രകൃതി നിയമമാണ്. പ്രകൃതിയിൽ നിന്നുണ്ടായ താളമാണ് മേളത്തിലും പുലിക്കളിയിലും എല്ലാം. അത് നമ്മുടെ ഹൃദയ താളവുമായി ബന്ധിപ്പിക്കുകയാണ്. പുലിക്കളിയുടെ അടിസ്ഥാന താളം പുലിക്ക് നൃത്തം ചെയ്യാറുള്ളത്. അത് പറയാൻ പറഞ്ഞ ചെണ്ടയും തപ്പും മേൽത്താളമൊക്കെ തീരുമാനം ഇതുണ്ടാവും. അതിൻ്റെ കണക്ക് മാത്രമേ നമുക്കറിയൂ. പുലി നൃത്തം ചെയ്ത് അപ്പൊ ഇത് ഈ താളം വരുമ്പോൾ പുലിയുടെ രൂപവും ആ താളവും നൃത്തവും കാണുമ്പോൾ നമ്മൾ ഏകദേശം പുലിമടയിൽ പുലിയുടെ കൂടെയായി തോന്നും. മനുഷ്യൻ നമ്മുടെ സംസ്കാരം, ഭാരത സംസ്കാരം തന്നെ പ്രകൃതിയെ ആരാധിക്കുന്നതാണ്, സസ്യമൃഗാദികളെ പൂജിക്കുന്നതാണ്. ദൈവം എന്ന് പറയുന്നത് മനുഷ്യരിലും മൃഗങ്ങളിലും എല്ലാമുണ്ട്. മനുഷ്യർക്കില്ലാത്ത വിവേചന ബുദ്ധി പോലും മൃഗങ്ങൾക്കുണ്ടെന്ന് നമ്മൾ വയനാട് ദുരന്തത്തിൽ നമ്മൾ മനസ്സിലായി. ഒരു ആന അശരണയായ അമ്മയെയും കുട്ടിയെയും സംരക്ഷിക്കുന്ന ആന, അതുപോലെ മാൾകുട്ടിയെ തല്ലിടുന്ന പുലിയെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ പുലികൾ മനുഷ്യരോട് പൂജിക്കാൻ ഏറ്റവും അവരെ സ്നേഹിച്ചാൽ സ്നേഹിക്കുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.